மாதிரி இருக்கு ப்ரோ. மாதிரி இருக்கு ப்ரோ. ஆவரேஜ் ஆனோ? இல்ல ப்ரோ, ஆவரேஜ் விட கீழே தான் சரி பண்ணியிருக்கான் ப்ரோ. അവൻ வந்து എങ്ങനെ കിളിഞ്ച പാവാട വെக்கலாம் പോയി இந்த പടം എടുത്തதுக்கு എങ്ങനെ പോയി കിളിഞ്ച പാവാട വെக்கலாம் അവൻ. ഇതുവരെ ബ്രേക്ക് ഡൗണിൻ്റെ അതേപോലെ എടുക്കാൻ ശ്രമിച്ചതാ, പക്ഷേ ഒത്തില്ല. നമുക്ക് ഫസ്റ്റ് ഹാഫ് ഇരുന്ന് ഉറങ്ങാൻ പറ്റും. ഇല്ല, അവൾ അജിത് ഫാൻസ് ആണ്, പക്ഷേ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാ. സെക്കൻഡ് ഹാഫിലെങ്കിലും പുള്ളി പ്രതികരിക്കുമെന്ന് വിചാരിച്ച് പുള്ളി പ്രതികരിക്കൂല. പുള്ളി ഒരു രീതിയിൽ പ്രതികരിക്കൂല. അതാണ് പുള്ളിയുടെ ക്യാരക്ടർ. ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ ആക്ഷൻ ഉണ്ട്. ഒരുവിധം കണ്ടിരിക്കാം. നല്ല, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു മെയിൻ ക്യാരക്ടറാണ്. പിന്നെ തൃഷ ആസ് യൂഷ്വൽ നോർമൽ ക്യാരക്ടറാണ്. ഈ ലിയോയിലും എല്ലാം ചെയ്ത പോലെ തന്നെ ഒരു ക്യാരക്ടറാണ്. റെജീന കസാൻഡ്ര പുള്ളിക്കാരി അല്പം നല്ല പെർഫോമൻസ് ആയിരുന്നു. 2.5 മണിക്കൂറേ ഉള്ളൂ, പക്ഷേ നമുക്കൊരു 4 മണിക്കൂർ ഫീൽ ചെയ്യും. ഫസ്റ്റ് ഹാഫ് തന്നെ ഏതാണ്ട് ഒരു 2 മണിക്കൂർ ഫീൽ ചെയ്യും. ഭയങ്കര ലാഗാണ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് മാറും, പേസ് മാറും. പക്ഷെ അപ്പോഴും ഈ സ്ലോ പേസിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, ഇല്ല, ഈ ഗുഡ് ബാഡ് അഗ്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. படம் நல்லா இருக்கு. ஃபர்ஸ்ட் ஹாஃப் கொஞ்சம் ஸ்லோவாக இருக்க மாதிரி இருக்குது. செகண்ட் ஹாஃப் நல்லா இருக்குது. நல்லா நடிச்சிருக்காரு அஜித், சூப்பராக நடிச்சிருக்காரு. நல்லா இருக்கு. ஆக்ஷன் சீன்ஸ்லாம் ஓகே. அப்புறம் அஜித் டான்ஸ்லாம் சூப்பராக ட்ரை பண்ணியிருக்காரு. அதில் கொஞ்சம் பார்க்க நல்லா இருக்கு. பிஜிஎம் அந்த வழக்கம் போல தான் தலைவன் ஒரே பிஜிஎம் வச்சு படம் ஃபுல்லாக ஓட்டிட்டான். சூப்பராக இருந்துச்சு. ஒரே பிஜிஎம் தானே ஃபுல்? அப்படி போய் பாருங்க, நல்லா இருக்கும் படம். ஃபேமிலிஸ் எல்லாருமே பார்க்கலாம். கொஞ்சம் ஆக்ஷனாக இருக்கும். ஃபுல் ஆக்ஷன் தான். செகண்ட் ஹாஃப் ஃபுல்லாக ஆக்ஷனாக தான் இருக்கும். அர்ஜுன் பர்ஃபார்மன்ஸ் சூப்பராக இருக்கும். மங்கத்தா அளவுக்கு இருக்காது. ஆஃப்டர் ஓரளவுக்கு. അജിത് ഫാൻ ലൊക്കേഷനും ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആക്ഷൻസ് ആയിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. മേക്കിങ്ങും സിനിമാറ്റോഗ്രാഫി ഒക്കെ കാണാം. എക്സ്പീരിയൻസാണ് നല്ല. അജിത്തിൻ്റെ റീസെൻ്റ് ആയിട്ട് കണ്ട മൂവീസിലായിട്ടും കുറച്ച് വെറൈറ്റി ആയിട്ട് യൂണിക് ആയിട്ടുണ്ട്. കാണാം. സൂപ്പർ പെർഫോമൻസ്. കാര്യം വെച്ചാൽ പറയാതിരിക്കാൻ പറ്റില്ല. കുറേ കാലത്തിന് ശേഷമാണ് ഈ അടുത്ത കാലങ്ങളിലൊന്നും തമിഴ് പടങ്ങളെല്ലാം ഫ്ലോപ്പായിരുന്നു. ആ പടങ്ങളിൽ അപേക്ഷിച്ച് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതായത് ആ ഇംഗ്ലീഷ് പടത്തിൻ്റെ ഒരു ഡബിങ്ങും അതിൻ്റെ ആ സ്റ്റോറിയും ഒക്കെ സൂപ്പർ വിജയമായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ പടം കണ്ട ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എഴുച്ചിലായിട്ട് തോന്നുന്നു. എഴുച്ചിലല്ല, ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പടത്തിൻ്റെ ലെവൽ മാറുകയാണ്, വേറെ ലെവലിലോട്ട് പോകണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി മാറ്ററാണ്. ഫാമിലി പിടിക്കും. ഫുൾ ഫാമിലി ഉഗ്ര സപ്പോർട്ട് കിട്ടും. കേരളത്തിൽ വൻ വിജയമായിരിക്കും. അജിത്തിൻ്റെ പടം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങളെല്ലാം. ഫാമിലി ഓഡിയൻസ് 100% ഇടിച്ചു കയറും. കാര്യം ഈ അടക്കാനായിട്ട് വന്ന പടത്തിനൊന്നും ഒരു ഫാമിലി മാറ്റർ അല്ല. ഈ ഫാമിലി ഉപരി എല്ലാവരുടെയും പെർഫോമൻസ് സൂപ്പറാണ്. സൂപ്പർ പെർഫോമൻസ്. പടം ഒരു ആക്ഷനാണോ അല്ല വേറെ വലിയ അടിപൊളി പാട്ടും ഒന്നുമില്ല. സ്റ്റാൻഡേർഡ് പാട്ട്, സ്റ്റാൻഡേർഡ് സൂപ്പർ മ്യൂസിക്കും ആക്ഷനൊക്കെ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലുള്ള ആക്ഷനൊക്കെ സൂപ്പർ ആക്ഷൻ, ഓവറല്ല, കറക്റ്റ് ആക്ഷൻ. നല്ല തൃപ്തിയോടുകൂടിയാണ് പടം കണ്ടിറങ്ങിയത്. നല്ല തൃപ്തിയാണ്. കണ്ട എല്ലാവർക്കും നല്ല ഇഷ്ടമായി. നല്ല കൈയടിയൊക്കെ ആയിരുന്നു അവസാനം. സൂപ്പറായിരുന്നു. സൂപ്പർ പെർഫോമൻസ് അർജുൻ. അതെ, കറക്റ്റ്. മങ്കാട്ടയ്ക്ക് ശേഷം ആദ്യത്തെ ഒരു പടമാണിത്. സൂപ്പർ പടം. മങ്കാട്ട ഒരു വലിയ പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ പടമാണ്. പക്ഷെ അത് ഇറങ്ങിയപ്പോൾ അത് കാണിച്ചു. അതിനുശേഷം ഈ പടം സൂപ്പറായിരുന്നു. സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പറാണ്. 100% ഫാമിലിക്കാരും ഫാമിലിക്ക് പറ്റിയൊരു പടമാണ്. 100% പ്രതീക്ഷയുണ്ട്. நல்லா இருந்துச்சு படம். ஆக்சுவலி பிடிச்சிருந்துச்சு. ஐ மீன் ரொம்ப நாள் கழிச்சு அஜித் மூவி வருது. ஸோ எக்ஸைட்டடாக வந்தோம். ஸோ நல்லா இருந்துச்சு. கிளைமேக்ஸ் கொஞ்சம் அப்படி இப்படி இருந்தாலும் பட் அஜித்தோட ஃபேன்ஸுன்றதுனால ரொம்ப நல்லா இருந்துச்சு. அப்போ சாங்ஸ் எல்லாமே சூப்பர் டிஃப்ரெண்ட்டாக இருந்துச்சு. நடுவில் கொஞ்சம் ஹாலிவுட் லெவலுக்கு அப்படி இப்படி இருந்துச்சு. அப்போது சூப்பராக இருந்துச்சு. அந்த ஆக்ஷன் நம்ம ஆக்சிடென்டெல்லாம் ஆச்சு சொன்னாங்களே, அந்த மாதிரி சீன்ஸ் எல்லாம் இருந்துச்சு. அப்போது அது டிரெக்டாக பார்க்கும்போது செமையாக இருந்துச்சு. கைண்ட் ஆஃப் ஒரு ஏதோ இங்கிலீஷ் மூவியோட ரீமேக் அந்த மாதிரி தான் சொல்கிறாங்க. அந்த ஒரு எக்ஸ்பெக்டேஷன் இருக்குது. அர்ஜுன் சார் எப்போவுமே சூப்பர். எனக்கு ரொம்ப பிடிக்கும். பர்சனலாக பிடிச்சிருந்துச்சு. மங்காத்தாக்கு அப்புறம் அவங்க 2 பேரும் ஒன்றா பார்க்குறோம்ல, ஸோ அந்த காம்போ நல்லா இருந்துச்சு. மாதிரி இருக்கு ப்ரோ. இருக்கு ப்ரோ. ஆவரேஜ் ஆனோ? இல்லை ப்ரோ, ஆவரேஜ் விட கீழே தான். ஆக்ஷன் பரவாயில்ல ப்ரோ. மகிழ் திருமேனிக்கு அறிவு இல்லை ப்ரோ. மகிழ் திருமேனிக்கு அறிவு இல்லை ப்ரோ. சரி பண்ணியிருக்கான் ப்ரோ. அவன் வந்து எங்கன்னா கிழிஞ்ச பாவாடை வைக்கலாம் போய் இந்த படம் எடுத்ததுக்கு எங்கன்னா போய் கிழிஞ்ச பாவாடை வைக்கலாம். அவன்
സിനിമ നല്ലൊരു സിനിമയാണ്. മോസ്റ്റ്ലി ഇതൊരു റീമേക്കാണ്, ബ്രേക്ക് ഡൗണിൻ്റെ റീമേക്കാണ്. പക്ഷേ വളരെ വ്യത്യസ്തമായിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. സെയിം സ്റ്റോറി അല്ല, പക്ഷേ എന്നിരുന്നാലും കണ്ടൻറ്റ് സെയിമാണ്. കുറച്ച് റൊമാൻസസും പിന്നെ ഫൈറ്റ് സീക്വൻസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. മോസ്റ്റ്ലി അജിത്തിൻ്റെ ഒരു നല്ലൊരു ഡീസൻറ്റ് സിനിമ, കൂടുതൽ മാസ് സീക്വൻസസ് ഒന്നുമില്ല, പക്ഷേ കണ്ടിരിക്കാം, ഒരു വൃത്തിക്കുള്ള നല്ലൊരു ഡീസൻറ്റ് സിനിമയാണ്. എനിക്ക് പേഴ്സണലി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പെർഫോമൻസ് ആയിരുന്നാലും ആക്ടിങ് വൈസ് ആയിരുന്നാലും ഓൾമോസ്റ്റ് ഗുഡ്. അനിരുദ്ധിൻ്റെ മ്യൂസിക് BGM എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പഴയ പ്രീവിയസ് ആയിട്ടുള്ള മൂവീസിലുള്ള പോലത്തെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള നല്ല എക്സ്പീരിയൻസ്, നല്ല എൻഗേജിങ് ആയിട്ടുള്ള മ്യൂസിക്സാണ്. നേരത്തെയൊക്കെ പ്രീവിയസ് സിനിമയിലൊക്കെ നോക്കുകയാണെങ്കിൽ നേരത്തെ ഉള്ള സിനിമയിലുള്ള സെയിം മ്യൂസിക്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടും പാട്ടായിരുന്നാലും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 3 സോങ് ഉണ്ട്. അപ്പോൾ 3 സോങ് നല്ല അടിപൊളി സോങ്ങാണ്. അർജുൻ ഗുഡ്, അടിപൊളിയാണ്. പുള്ളിക്കാരൻ്റെ ആക്ടിംഗ് ആണ് പൊളിയായിട്ടുള്ളത്. പറഞ്ഞു ഫാമിലി ഓഡിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടും, ഫാമിലി ഓഡിയൻസ് ഇടിച്ചു കയറുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ഫാമിലി ഓഡിയൻസ് മോസ്റ്റ്ലി വരുന്ന ഒരു ഫാമിലി ഓഡിയൻസിനും കാണാൻ പറ്റിയ ഒരു സിനിമയാണ്. എസ്പെഷ്യലി എനിക്ക് പേഴ്സണലായിട്ട് പറയാനുണ്ടെങ്കിൽ അജിത്തിൻ്റെ ഇത്രയും കാലഘട്ടത്തിന് ശേഷം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫിലിമായിരിക്കും. കൂടുതൽ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഹോളിവുഡ് ടച്ചപ്പിലാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. വലിയ പ്രതീക്ഷയുണ്ട്. വലിയ പ്രതീക്ഷ മാത്രമല്ല, പക്ഷേ ഓഡിയൻസ് ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ നല്ലൊരു മാസാണ്, ഭയങ്കര അടിപൊളി സിനിമയാണെന്ന് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ നോർമലി ഇറ്റ്സ് എ ഡീസൻറ്റ് ഫിലിം. ഒരു ആവറേജ്. അജിത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? കൊള്ളായിരുന്നു, നൈസായിരുന്നു. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അനിരുദ്ധ് കിടിലാക്കിയിട്ടുണ്ട്. നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ജസ്റ്റ് കാണാം. കുഴപ്പമില്ല. അജിത്തിന്റെ പെർഫോമൻസ് ഒക്കെ അജിത്ത് ബാക്കി സിനിമകളിലൊക്കെ തന്നെ ഫാമിലി ഓഡിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നു. ഫാമിലി ഏതൊക്കെ ഇല്ലായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ല. പക്ഷേ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ മ്യൂസിക് നൈസ്, അത് നൈസാണ്. ഓക്കെ. നെക്സ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ